എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാനും അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതിനും അവസരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സ്പോട്ട് അഡ്മിഷൻ അതുപോലെ തന്നെ കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് വൺ ടൈം രജിസ്ട്രേഷനായിട്ട് അതായത് ലാറ്ററൽ എൻട്രിക്കുള്ള രജിസ്ട്രേഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വാക്കൻസി പൊസിഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഈ വാക്കൻസി പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് പോളിടെക്നിക് കോളേജിലെ ആ ഒരു കോഴ്സിലേക്കാണ് നിങ്ങൾ നോക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓരോ കാറ്റഗറിയിലും എത്ര വീതം ഏതൊക്കെ കോഴ്സിലാണ് ആ ഒരു വാക്കൻസി ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ അടുത്തൊരു ജില്ല സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഒരു കോളേജ് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു കോളേജിൽ ഒരു വാക്കൻസിയും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾക്ക് കൊല്ലം ജില്ലയിലെ തിരുവനന്തപുരത്ത് തന്നെ ജസ്റ്റ് നോക്കുന്നുണ്ട്, അതായത് അടുത്തൊരു കോളേജ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പോളിടെക്നിക് കോളേജിൽ നിങ്ങൾക്കിവിടെ അതായത് ഏകദേശം IE എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കോഴ്സിലാണ് ജനറൽ കാറ്റഗറിയിൽ ഏകദേശം 9 സീറ്റും അതുപോലെ തന്നെ EL കാറ്റഗറിയിൽ ITI വിഭാഗത്തിൽ ഏകദേശം ഓരോ വിധം ഒരു സീറ്റാണ് കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളേജ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര വീതം വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പോളിടെക്നിക് കോളേജിലെ ആ ഒരു വേക്കൻസിയാണ് അറിയേണ്ടത് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരു കോളേജിൽ നിങ്ങൾക്ക് കാണാം ഏകദേശം എല്ലാ കോഴ്സുകൾക്കും ഏകദേശം വേക്കൻസികൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ തന്നെ ഈ ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിന് ഏകദേശം 12ഓളം സീറ്റാണ് ലാറ്ററൽ എൻട്രി വിഭാഗത്തിൽ സീറ്റ് കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു അപേക്ഷ അതായത് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോളിടെക്നിക് ഡിപ്ലോമ ലാറ്ററൽ എൻട്രി പ്രവേശനത്തിൻ്റെ സ്പോട്ട് അഡ്മിഷന് 19-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഓൺലൈനായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ അതുപോലെ കൗൺസിലിംഗ് ഷെഡ്യൂൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ വേക്കൻസി നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ പോളിടെക്നിക് കോളേജിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത് അതിനനുസരിച്ച് ഇവിടെ ആ ഒരു ഡൗൺലോഡ് ബട്ടൺ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഏത് പോളിടെക്നിക് കോളേജിലേക്കാണ് പങ്കെടുക്കാനായിട്ട് പോകുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് അതായത് അതിന് നേരെയുള്ള ഒരു ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡൗൺലോഡായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് ഇതിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സമയക്രമം അനുസരിച്ച് ലാറ്ററൽ എൻട്രി പ്രവേശന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്നവർക്കും പങ്കെടുക്കാവുന്നതാണ്. അപേക്ഷകർ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതുപോലെ പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഫീസും അതായത് ഈ ഒരു 14,105 രൂപ ATM കാർഡ് അതുപോലെ QR കോഡ് വഴി നിങ്ങൾക്ക് പൈസ അടക്കാം. അതുപോലെ PTA ഫണ്ട് പൈസ ആയിട്ട് അടക്കണം. യൂണിഫോം ഫീസ് പണമായിട്ട് അടക്കണം. അത് ഏകദേശം ഒരു 1,500 രൂപ അടുത്ത് ഫീസ് വരും. ഇതും സഹിതം രക്ഷകർത്താവിനോടൊപ്പം കൃത്യസമയത്ത് ഹാജരാവേണ്ടതാണ്. വേക്കൻസി പൊസിഷൻ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട് അതായത് കാറ്റഗറി +2 ഓർ VHSC ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതുപോലെ തന്നെ അതായത് +2 പഠിച്ചവരായിരിക്കണം. അല്ലെങ്കിൽ VHSCയിൽ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് മാർക്ക് എബോവ് 50% ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ KGCE ആണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 9:30 മുതൽ 10 മണി വരെയാണ് ഇതിന് രജിസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം സ്റ്റേറ്റ് റാങ്ക് എന്ന് പറയുന്നത് ഓൾ ആപ്ലിക്കൻറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് ആൻഡ് ന്യൂ ആപ്ലിക്കൻസ് അതായത് ഇതുവരെ അപേക്ഷ നൽകാത്തവർക്കും ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ പുതുതായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ വേക്കൻസി പൊസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഫോർ മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് ഇതുവരെ ഈ ഒരു ഷെഡ്യൂളിൽ പ്രതിപാദിച്ചിട്ടുള്ള സമയക്രമം അനുസരിച്ച് സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. സ്പോട്ട് അഡ്മിഷന് അപേക്ഷിക്കാൻ ഏത് സ്ഥാപനത്തിലെയും ഏത് ബ്രാഞ്ചിലേക്കും പുതിയ ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അതത് സ്ഥാപനങ്ങളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതത് സ്ഥാപനങ്ങളുടെ ആ ഷെഡ്യൂൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്കും ഓൺലൈനായിട്ടോ നേരിട്ട് സ്ഥാപനത്തിൽ ഹാജരായിട്ടോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു പോളിടെക്നിക് കോളേജിൽ നേരിട്ട് ഹാജരായിട്ടും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ ലഭ്യമായിട്ടുള്ള ഒഴിവുകൾ പോളിടെക്നിക് കോളേജ് അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വേക്കൻസി പൊസിഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയും കോളേജും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോളേജിലെയും വേക്കൻസിയിൽ അതുപോലെ എത്ര വീതം സീറ്റുകളാണുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അത് പരിശോധിച്ച് ഒഴിവുകൾ ലഭ്യമായിട്ടുള്ള പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥികൾ ഹാജരാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 19-ാം തീയതി മുതൽ 20-ാം തീയതി വരെ സ്ഥാപനത്തിൽ നേരിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നത് അതായത് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ വേക്കൻസി മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ഒരു പോളിടെക്നിക് കോളേജിൽ നേരിട്ട് പോയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.